എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള അയാം കലാം കെ ബഹാനെ എന്ന പാഠമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, 10वीं कक्षा की हिंदी पाठ्यपुस्तिका की दूसरी इकाई में 3 पाठ हैं. 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. ये तीनों पाठ फिल्म यानी സിനിമ के क्षेत्र से संबंधित है. ഈ 3 പാഠഭാഗങ്ങളും ഫിലിമുമായി ബന്ധപ്പെട്ട്, അതായത് സിനിമ രംഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. देखिए, पहला पाठ, ഒന്നാമത്തെ പാഠം അയാം കലാം കെ ബഹാനെ നാമക് एक फिल्मी लेख है. അയാം കലാം കെ ബഹാനെ എന്നു പേരുള്ള एक फिल्मी लेख है, ഒരു സിനിമ ലേഖനമാണ്. ലേഖക का नाम है मिहिर. ലേഖകന്റെ പേര് മിഹിർ എന്നാണ്. और दूसरे पाठ का नाम है सबसे बड़ा शोमैन. രണ്ടാമത്തെ പാഠത്തിന്റെ പേര് सबसे बड़ा शोमैन എന്നാണ്. ये तो विश्व सिनेमा के महान कलाकार चार्ली चैप्लिन की जीवनी का अंश है. ഈ രണ്ടാമത്തെ പാഠം വിശ്വ സിനിമ കെ മഹാൻ കലാകാർ, ലോക സിനിമയിലെ മഹാനായ കലാകാരൻ, ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ വിഖ്യാത കലാകാരനായ അല്ലെങ്കിൽ ഹാസ്യ അഭിനേതാവായ ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ജീവനികാർ കാ നാം ഹെ ഗീത് ചതുർവേദി. ഈ ജീവചരിത്രകാരന്റെ അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി എന്ന എഴുത്തുകാരനാണ്. और इसके अलावा अतिरिक्त वाचन के लिए नीली आसमानी छतरी नामक एक फिल्मी गीत भी है. അപ്പൊ ഇത് കൂടാതെ, ഈ 2 പാഠഭാഗങ്ങളും കൂടാതെ അതിരിക്ത് വാചൻ കെ ലിയെ, അഡീഷണൽ റീഡിങ്ങിനായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് നീലി ആസ്മാനി ഛതരി നാമക് ഏക് ഫിൽമി ഗീത് ഫി ഹെ. നീലി ആസ്മാനി ഛതരി എന്നു പേരുള്ള ഒരു സിനിമാ ഗാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ये तो 2005 में निकली हिंदी फिल्म, 2005 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ ബ്ലൂ അംബ്രല്ല കാ ഗീത് ഹെ. ബ്ലൂ അംബ്രല്ല എന്നു പേരുള്ള ആ സിനിമയിലെ ഒരു പാട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗീത്കാർ കാ നാം ഹെ ഗുൽസാർ. ഈ ഗാനരചയിതാവിന്റെ പേര് ഗുൽസാർ എന്നാണ്. ठीक है बच्चों, आज के क्लास में हमें दूसरी इकाई के अयाम कलाम के बहाने नामक फिल्मी लेख से परिचित होना है. आज के क्लास में, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ദൂസരി ഇക്കായിക്ക് അല്ലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള അയാം കലാം കെ ബഹാനെ എന്ന പേരുള്ള ഫിൽമി ലേഖ് സെ പരിചിത് ഹോനാ ഹെ. ഈ സിനിമാ ലേഖനം പരിചയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. फिल्मी लेख की ओर जाने से पहले मैं आप लोगों का ध्यान दूसरी इकाई के प्रारंभ में यानी पन्ना संख्या 31 में दिया हुआ चित्र की ओर ले जाना चाहता हूं. അപ്പോ ഈ സിനിമാ ലേഖനം പരിചയപ്പെടുന്നതിന് മുന്നോടിയായിട്ട് രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാരംഭത്തിലുള്ള, അതായത് 31ാമത്തെ പേജിലുള്ള ആ ചിത്രം നമുക്കൊന്ന് കാണാവുന്നതാണ്. देखिए, इस चित्र के नीचे क्या लिखा है. ഈ ചിത്രത്തിന്റെ ചുവട്ടിലായിട്ട് എന്തോ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഹാ, വഹാൻ ലിഖാ ഹെ ഹർ കല പ്രകൃതി കി നക്കൽ ഹെ. എല്ലാ കലാരൂപവും പ്രകൃതി കി നക്കൽ ഹെ. ഈ പ്രകൃതിയുടെ അനുകരണമാണ്. ഇസ്കാ മത്ലബ് ക്യാ ഹെ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹർ കല പ്രകൃതി കി നക്കൽ ഹെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ കലാരൂപവും ഈ പ്രകൃതിയുടെ അനുകരണമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? इसका मतलब तो एक है कि इस प्रकृति में विद्यमान सभी जीव जंतुवें चीजें. ഇപ്പോൾ തന്നിരിക്കുന്ന വരികളുടെ ആശയം ഇതാണ്.
ഈ പ്രകൃതിയിലുള്ള സഫീ ജീവജന്തുവേയും എല്ലാ ജീവജാലങ്ങളും ചീസേയും എല്ലാ വസ്തുക്കളും और മാനവ ജീവൻ കോ ലേക്കർ ഹി അതുപോലെ തന്നെ മനുഷ്യ ജീവിതങ്ങളെയും കൊണ്ടാണ് കലാകാരന്മാർ अपनी കൽപ്പനാവും एवं സൃജനാത്മകത के साथ തങ്ങളുടെ ഭാവനയും അതുപോലെ തന്നെ സൃജനാത്മകത के साथ രചനാ നൈപുണ്യവും കൊണ്ട് എന്ത് ചെയ്യുന്നത് വിഭിന്ന കലാവും की സൃഷ്ടി करते हैं വിവിധ കലാരൂപങ്ങൾ സൃഷ്ടിക്കുന്നത് അതാഹം നിസ്സന്ദേഹ कह सकते हैं അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും ചാഹെ സിനിമ ഹോ യാ നാടക ഒരുപക്ഷെ സിനിമയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നാടകമാവട്ടെ യാ കവിത ഹോ യാ കഹാനി ഒരു കവിതയോ കഥയോ ആയിക്കൊള്ളട്ടെ ചിത്രകല ഹോ യാ ശില്പകല ഒരു ചിത്രകലയോ അല്ലെങ്കിൽ ശില്പകലയോ ആയിക്കൊള്ളട്ടെ വേ സബ് കെ സബ് പ്രകൃതി കി നക്കൽ ഹെ അവയെല്ലാം തന്നെ ഈ പ്രകൃതിയുടെ അനുകരണമാണ് അവയുടെ പ്രമേയങ്ങളൊക്കെയും തന്നെ ഈ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വരികൾ ഇന്ന് വളരെയധികം പ്രസക്തമാണ് ഹർ കല പ്രകൃതി കി നക്കൽ ഹെ എല്ലാ കലാരൂപവും ഈ പ്രകൃതിയുടെ അനുകരണമാണ് ബച്ചോ ആകെ ഹമേ ചിത്ര കി ഓർ ദേഖ്നാ ഹെ ഇനി നമുക്ക് നോക്കേണ്ടത് ആ ചിത്രമാണ് സരാ ദേഖിയേ ചിത്ര മേ ക്യാ ക്യാ ദിഖായി ദേത്തെ ഹെ ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് हाँ चित्र में हमारे भूतपूर्व राष्ट्रपति एवं मशहूर वैज्ञानिक डॉक्टर APJ अब्दुल कलाम जी भाषण दे रहे हैं അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിയും മഷൂർ വൈജ്ഞാനി വിഖ്യാതനായ അല്ലെങ്കിൽ പ്രസിദ്ധ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം ജി ഭാഷൺ ദേ രഹേ ഹെ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസംഗിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഉൻകാ ഭാഷൺ സുൻതേ ഹുയേ കൈ ലോഗ് ഉപസ്ഥിത് ഹെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കേട്ടുകൊണ്ട് കൈ ലോഗ് ഉപസ്ഥിത് ഹെ ഒത്തിരി ആളുകൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട് ഊപ്പർ കി ഓർ ഉഡ്തേ ഹുയേ ഏക മിസൈൽ കാ ചിത്ര ഹെ വഹാ ആകാശത്തേക്ക് പറന്നുയരുന്ന ഒരു മിസൈലിന്റെ ചിത്രവും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് और फिर उस भीड़ के बाहर एक ऐसा लटका भी है അപ്പൊ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആൾക്കൂട്ടത്തിന് പുറത്തായിട്ട് ആ ഹാളിന്റെ ഒരു വശത്തായിട്ട് एक ऐसा लटका भी है ഒരു ആൺകുട്ടി നിൽപ്പുണ്ട് जो कलाम की बातें सुनकर उनसे प्रभावित होकर आत्मविस्मृत होकर भावना की दुनिया में विचरण करते हुए दिखाई देते हैं जो कलाम की बातें सुनकर കലാമിന്റെ വാക്കുകൾ കേട്ടിട്ട് ഉൻസെ പ്രഭാവിത ഹോക്കർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏറെ സ്വാധീനിക്കപ്പെട്ട് ആത്മവിസ്മൃത ഹോക്കർ സ്വയം മറന്ന് ഭാവന കി ദുനിയ മേ വിചരൺ കർത്തേ ഹുയേ ദിഖായി ദേത്തെ ഹെ ഒരു സങ്കല്പ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ആ കുട്ടി അവിടെ അങ്ങനെ നിൽക്കുന്നത് അവൻ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിലും അവന്റെ മനസ്സ് അവിടെയല്ല ഏതോ ഒരു സങ്കല്പ ലോകത്തിലൂടെ അവന്റെ മനസ്സ് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് ആ ചിത്രം കാണുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് കുട്ടികളെ നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല വ്യക്തികളും നമ്മെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളോ ഗായകരോ കായിക താരങ്ങളോ ഒക്കെ ആവാം നമ്മെ ഏറെ സ്വാധീനിച്ച ആ വ്യക്തികളെ പോലെ ആകാനും അവരുടെ ചേഷ്ടകളെയൊക്കെ അനുകരിക്കുവാനും നാം പലപ്പോഴും ശ്രമിച്ചിട്ടുമുണ്ട് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിലും ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിനും കഠിന പ്രയത്നത്തിലൂടെ ജീവിത വിജയം കൈവരിക്കുന്നതിനും ഇത്തരം മഹത് വ്യക്തികളുടെ ജീവിതം ഒരു മാതൃക തന്നെയാണ് अब हमें ध्यान देना है അയാം കലാം കി ബഹാനെ നാമക് ഫിൽമി ലേഖ് की ओर അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അയാം കലാം കി ബഹാനെ എന്ന പേരുള്ള ഈ സിനിമാ ലേഖനമാണ് तो सोचिए बच्चों ये फिल्मी लेख माने क्या है എന്താണ് ഈ ഫിൽമി ലേഖ എന്ന് പറയുന്നത് हाँ फिल्मी लेख माने फिल्म से संबंधित लेख അപ്പോൾ ഫിൽമി ലേഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം എന്നാണ് एक फिल्म देखकर
उसकी कहानी एवं विशेषताओं की सूचना देते हुए ഇപ്പൊ നാം ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ കഥയും അതിന്റെ സവിശേഷതകളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് जो लेख लिखता है उसे फिल्मी लेख कह सकते हैं. നാം എഴുതുന്ന ലേഖനത്തെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഫിൽമി ലേഖ് എന്ന് പറയുവാനായിട്ട് കഴിയും. ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ കഥയും അതിന്റെ ആ സവിശേഷതകളുമായി ബന്ധപ്പെടുത്തി നാം എഴുതുന്ന ഒരു ലേഖനമാണ് ഫിൽമി ലേഖ്. അയാം കലാം കെ ബഹാനെ നാമക് ഇസ് ഫിൽമി ലേഖ് മേ അയാം കലാം കെ ബഹാനെ എന്നു പേരുള്ള ഈ സിനിമാ ലേഖനത്തിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടുന്ന ഈ സിനിമാ ലേഖനത്തിൽ 2011 में निकली हिंदी फिल्म 2011 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ അയാം കലാം കെ ബാരെ മേ ചർച്ച की है. അയാം കലാം എന്നു പേരുള്ള ആ സിനിമയെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. इस फिल्मी लेख ലേഖക് ഹെ മിഹിർ. ഈ സിനിമാ ലേഖനം എഴുതിയിട്ടുള്ളത് മിഹിർ എന്ന ലേഖകനാണ്. देखिए मिहिर जी के बारे में आपकी पाठ्यपुस्तिका में क्या लिखा है? മിഹിർ ജിയെ കുറിച്ച്, മിഹിർ എന്ന ആ ലേഖകനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. मिहिर पांडेय का जन्म 2 सितंबर 1985 को उदयपुर में हुआ. മിഹിർ പാണ്ഡേയ് എന്ന ലേഖകന്റെ ജനനം 1985 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഉദയപൂർ എന്ന സ്ഥലത്ത് ആയിരുന്നു. आपका बचपन ബൻസ്ഥലി വിദ്യാപീഠ് മേ ബീത. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ബൻസ്ഥലി വിദ്യാപീഠത്തിലാണ് ചിലവഴിക്കപ്പെട്ടത്. आपने दिल्ली विश्वविद्यालय से MA, MPhil, PhD आदि की उपाधियां ली. അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA, MPhil അതുപോലെ തന്നെ PhD മുതലായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആപ് ലോക്പ്രിയ സിനിമ കെ അധ്യേതാ ഹെ. അദ്ദേഹം ജനപ്രിയ സിനിമകളിൽ പഠനം നടത്തുന്ന, അധ്യേതാവിനെ പഠിതാവ്, ജനപ്രിയ സിനിമകളിൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ സിനിമകളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. आपने नवभारत टाइम्स, तहलका और कथादेश के लिए हिंदी सिनेमा पर कॉलम लिखे. അദ്ദേഹം നവഭാരത് ടൈംസ് അതുപോലെ തെഹൽക്ക, കഥാദേശ് മുതലായ പത്രമാസികകളിൽ ഹിന്ദി സിനിമയെ കുറിച്ച് കോളം എഴുതുന്ന ആളാണ്. कई पत्र पत्रिकाओं में आपके लेख और निबंध प्रकाशित हैं. ഒത്തിരി പത്രമാസികകളിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. आप सिनेमा पर आवारा हूं ബ്ലോഗ് का संचालन करते हैं. സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആവാരാ ഹൂം എന്നൊരു ബ്ലോഗും നടത്തുന്നുണ്ട്. देखिए बच्चों, मिहिर जी के अयाम कलाम के बहाने नामक इस फिल्मी लेख के 2 भाग हैं. മിഹിർ ജി എഴുതിയിട്ടുള്ള, മിഹിർ പാണ്ഡേയ് എഴുതിയിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്നു പേരുള്ള ഈ സിനിമാ ലേഖനത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. പെഹ്ലാ ഭാഗ് ലേഖക മിഹിർ ജി കാ ഏക സംസ്മരൺ ഹെ. ലേഖകനായ മിഹിർ ജിയുടെ തന്നെ ഏക സംസ്മരൺ ഹെ, ഒരു ഓർമ്മക്കുറിപ്പാണ്. യഹാ ഉन्होंने अपने बचपन का मित्र മോർപാൽ के बारे में चर्चा की है. ഈ ഒന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മോർപാലുമായിട്ടുള്ള തന്റെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ആ സൗഹൃദത്തിന്റെ ഓർമ്മകളാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത്. दूसरे भाग में मिहिर जी ने अयाम कलाम नामक सिनेमा के संबंध में चर्चा की है. ഇതിലെ രണ്ടാമത്തെ ഭാഗത്ത് മിഹിർ ജി അയാം കലാം എന്നു പേരുള്ള ആ സിനിമയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. यहाँ അയാം കലാം നാമക സിനിമ ദേഖ്തേ വക്ത്, അയാം കലാം എന്നു പേരുള്ള സിനിമ കണ്ട സമയത്ത് മിഹിർ ജി के मन में अपने बचपन का दोस्त മോർപാൽ की याद आती है. അയാം കലാം എന്നു പേരുള്ള സിനിമ കണ്ട സമയത്ത് മിഹിർ ജിയുടെ മനസ്സിലേക്ക് തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിന്റെ ഓർമ്മ കടന്നു വരികയാണ്. क्योंकि इस फिल्म का नायक छोटू और मोरपाल की जिंदगी से मेल खाती है. കാരണം
ഈ അയാം കലാം എന്നു പേരുള്ള സിനിമയിലെ നായകനായ ചോട്ടു എന്ന ആ കുട്ടിയുടെയും തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിന്റെയും സിന്ദഗി സെ മേൽ ഖാത്തി ഹെ ജീവിതവുമായിട്ട് വളരെയധികം സാമ്യം അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാ മിഹിർജിനെ അപ്ന ദോസ്ത് മോർപാൽ സെ സംബന്ധിത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിഹിർജി തന്റെ സുഹൃത്തായ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാൽ സെ സംബന്ധിത് മോർപാലുമായി ബന്ധപ്പെട്ടുള്ള സംസ്മരൺ ഫി ആ ഒരു ഓർമ്മക്കുറിപ്പും ഫിൽമി ലേഖ്കെ സാത്ത് ജോഡ് ദിയാ ഹെ ഈ സിനിമാ ലേഖനത്തോടൊപ്പം കൂട്ടിയോജിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോഴോ കഥ, നോവൽ മുതലായവ വായിക്കുമ്പോഴോ അതിൽ പ്രതിപാദിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നാമുമായി ബന്ധമുള്ള ഏതെങ്കിലും വ്യക്തികളുമായി സാമ്യമുള്ളതായി തോന്നാറുണ്ട്. ഇവിടെ ലേഖകൻ മിഹിറിനും അത്തരമൊരു അനുഭവമാണ് ഉണ്ടായത്. ബച്ചു അയാം കലാം കെ ബഹാനെ നാമക് ഈസ് ഫിൽമി ലേഖ കെ പ്രാരംഭമേ അയാം കലാം കെ ബഹാനെ എന്നു പേരുള്ള ഈ സിനിമാ ലേഖനത്തിന്റെ തുടക്കത്തിൽ മിഹിർജി അപ്പനെ ബച്ചുപ്പൻ കാ ദോസ്ത് മോർപാൽ കെ ബാരെ മേ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ മോർപാലിനെ കുറിച്ച് ക്യാ ലിഖാ ഹെ എന്താണ് എഴുതിയിരിക്കുന്നത്? സരാ ധ്യാൻ ദീജിയെ. देखिए, यहाँ मिहिर जी ने अपने फिल्मी लेख के लिए नाम दिया है അയാം കലാം കെ ബഹാനെ. അപ്പോൾ ഇവിടെ മിഹിർ ജി തൻ്റെ ഈ സിനിമാ ലേഖനത്തിന് പേര് നൽകിയിരിക്കുന്നത് അയാം കലാം കെ ബഹാനെ എന്നാണ്. ഇസ്കാ മത്ലബ് ക്യാ ഹെ എന്താണ് ആ ഒരു പേരിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? അയാം കലാം ഞാനാണ് കലാം അല്ലെങ്കിൽ ഞാൻ കലാമാണ്. കെ ബഹാനെ കാ മത്ലബ് ഹെ എന്ന വ്യാജേന അല്ലെങ്കിൽ എന്ന ഭാവത്തിൽ. അയാം കലാം കെ ബഹാനെ ഇസ്കാ മത്ലബ് ഹെ ഞാൻ കലാമാണ് എന്ന വ്യാജേന അല്ലെങ്കിൽ എന്ന ഭാവത്തിൽ. സാധാരണയായിട്ട് നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ രൂപവും അതുപോലെ തന്നെ ഭാവവും അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും ഒക്കെ സ്വയം നമ്മൾ അനുകരിച്ച് ആ വ്യക്തിയെ പോലെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭാവിക്കുന്നതിനെയാണ് ഇവിടെ ഒരു ബഹാനെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാഥി ഥാ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ സുഹൃത്തായിരുന്നു മോർപാൽ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK लुक यानी लुक के देखना. അപ്പോൾ ആ മോർപാലിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അല്ലെങ്കിൽ മോർപാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മിഹിറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്ത് ക്ലാസ് മുറിയിൽ അധ്യാപകൻ തൻ്റെ സുഹൃത്ത് മോർപാലിനോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ നൽകിയ ആ മറുപടിയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടാണ് ആ മറുപടി പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നത് ഒന്ന് നോക്കാം. വഹീം മോർപാൽ, അപ്പോൾ എൻ്റെ സുഹൃത്തായ ആ മോർപാൽ, ജിസ്നെ ഏക് ബാർ അവൻ ഒരിക്കൽ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജിക്കോ ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായ തിവാരി ജിക്ക് ലുക്ക മത്ലബ് ഓർ സഹി ഹിജ്ജെ പൂച്ചെ ജാനെ പർ അവനോട് ലുക്ക് എന്ന വാക്കിൻ്റെ മത്ലബ് അർത്ഥവും ഓർ സഹി ഹിജ്ജെ പൂച്ചെ ജാനെ പർ ഹിജ്ജാമേനെ സ്പെല്ലിംഗ് അവയുടെ സ്പെല്ലിങ്ങും സഹി ഹിജ്ജെ ശരിയായ സ്പെല്ലിങ്ങും പൂച്ചെ ജാനെ പർ അവനോട് ചോദിച്ച സമയത്ത് അധ്യാപകൻ അവനോട് ലുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥവും ഓർ സഹി ഹിജ്ജെ പൂച്ചെ ജാനെ പർ ശരിയായ സ്പെല്ലിങ്ങും ചോദിച്ചപ്പോൾ ബധായ ഥ അവൻ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്. LOOK ലുക്ക് LOOK ലുക്ക് യാനി ലുക്ക് കെ ദേഖന. അപ്പോൾ അവൻ കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു, സ്പെല്ലിംഗ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു LOOK ലുക്ക്. എന്നിട്ട്
അവൻ അതിൻ്റെ അർത്ഥം പറഞ്ഞത് ഇപ്രകാരമാണ്. ലുക് യാനി, ലുക് അതായത് ലുക് ലുക് കെ ദേഖ്ന, ലുക് ലുക് കെ ദേഖ്ന ഇസ്കാ അർത്ഥ ക്യാ ഹൈ? അപ്പൊ ലുക്ന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചിപ്ന എന്നാണ്, അല്ലെങ്കിൽ ടു ഹൈഡ് എന്നാണ്. ഒളിയുക അല്ലെങ്കിൽ മറയുക എന്നർത്ഥം പറയാം. അപ്പൊ അവൻ ആ ഒരു അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ്. ലുക് യാനി ലുക് ലുക് കെ ദേഖ്ന. ലുക് എന്ന് വെച്ചാൽ ലുക് ലുക് കെ ദേഖ്ന, ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുക എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള അവന്റെ ആ മറുപടി പെട്ടെന്ന് കൂട്ടുകാർക്കിടയിൽ അവന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിക്കൊടുത്തു എന്നുള്ളതാണ്. സാധാരണയായിട്ട് ആ വാക്കിന് ലുക് എന്നുള്ളതിന് നോക്കുക, കാണുക എന്നുള്ള ഒരു അർത്ഥം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവന്റെ മനസ്സിൽ ലുക് എന്ന വാക്കിന് ലുക്ന എന്നുള്ള ഒരു ഹിന്ദി വേർഡിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ നിന്നതുകൊണ്ടാവാം അവൻ പെട്ടെന്ന് പറഞ്ഞ മറുപടി എങ്ങനെയാണ്? ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുക എന്ന്. देखिए, नाम का पहला अक्षर मिलने की वजह से, പേരിന്റെ ആദ്യത്തെ അക്ഷരം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ക്ലാസ് കി ദരി പഠി പർ, ക്ലാസ് മുറിയിൽ തറയിൽ വിരിച്ചിരുന്ന ദരി പഠി, ദരി പഠി മേനെ കാർപ്പറ്റ് എന്ന അർത്ഥം. ദരി പഠി എ കാർപ്പറ്റ്, പരവതാനി. ക്ലാസ് മുറിയിൽ വിരിച്ചിരുന്ന ആ പരവതാനിയിൽ ഹമാരി ബൈഠ്നെ കി ജഗഹേ ഫി സാത് ഹി ഥി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കുവാനുള്ള സ്ഥലവും സാത് ഹി ഥി, അടുത്തടുത്ത് തന്നെയായിരുന്നു. കാരണം എൻ്റെ പേര് മിഹിർ എന്നാണ്, അവൻ്റെ പേര് മോർപാൽ എന്നാണ്. രണ്ടുപേരിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ എം എന്നുള്ളത് കൊണ്ട് തന്നെ, പേരിൻ്റെ ആദ്യാക്ഷരം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് മുറിയിൽ ഇരിക്കുവാനുള്ള സ്ഥലം കിട്ടിയത് ആ തറയിൽ വിരിച്ചിരിക്കുന്ന പരവതാനിയിൽ അടുത്തടുത്ത് തന്നെയായിരുന്നു. വഹീം മോർപാൽ जिसकी मेरे खाने के डिब्बे में राजमा देखते ही बादशेम खिल जाती थी. അപ്പോൾ എൻ്റെ ആ സുഹൃത്തായ മോർപാൽ അവൻ മേരെ ഖാനെ കെ ഡിബ്ബെ മേ, എൻ്റെ ചോറുപാത്രത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണ പാത്രത്തിൽ രാജ്മ ദേഖ്തേ ഹി, രാജ്മ, രാജ്മ ക്യാ ഹെ? രാജ്മ എന്ന് പറയുന്നത് ഒരുതരം പയറാണ്. അപ്പോൾ ആ എൻ്റെ ഭക്ഷണ പാത്രത്തിൽ ആ രാജ്മ എന്ന ആ പയർ കണ്ടിട്ട് ബാദ്ഷേം ഖിൽ ജാതി थी, ബാദ്ഷേം ഖിൽ ജാന, इसका अर्थ है प्रसन्न होना या खुशी से ഖിൽ ജാന, വളരെയധികം സന്തോഷിക്കുക, അതിയായ സന്തോഷം അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ചോറ്റുപാത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണപാത്രത്തിനുള്ളിൽ രാജ്മ കണ്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷമായി. ഹമാര സൗദാത്ത, അങ്ങനെ ഹമാര സൗദാത്ത, സൗദ മേനെ ഡീൽ, ഞങ്ങൾ തമ്മിൽ ഒരു വ്യവസ്ഥയുണ്ടാക്കി, ഒരു ഡീൽ ഉണ്ടാക്കി. എന്താണ്? ഖേൽ ഖണ്ഡിമേ ഖാനെ കി അദ്ല ബദലി കാ, ഖേൽ ഖണ്ഡിമേ ഇന്റർവെൽ ടൈമിൽ അല്ലെങ്കിൽ ലെഷർ ടൈമിൽ ഖാനെ കി അദ്ല ബദലി കാ, ഞങ്ങളുടെ ഭക്ഷണ പാത്രങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം അദ്ല ബദലി കാ, കൈമാറ്റം ചെയ്യുന്നതിന്. കാരണം മോർപാലിന് എൻ്റെ കൈവശമുള്ള രാജ്മ വലിയ ഇഷ്ടമാണ്. അവൻ വല്ലാതെ കൊതിയോടെ അത് നോക്കുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാര സൗദാഥ, ഞങ്ങൾ ഒരു ഡീൽ ഉണ്ടാക്കി, ഒരു വ്യവസ്ഥയുണ്ടാക്കി. ഖേൽ ഖണ്ഡിമേ, ഖേൽ ഖണ്ഡിമേന് ഇന്റർവെൽ ടൈം അല്ലെങ്കിൽ ലെഷർ ടൈമിൽ ഖാനെ കി അദ്ല ബദലീക, ഞങ്ങളുടെ ആ ഭക്ഷണപാത്രത്തെ പരസ്പരം കൈമാറുവാനായിട്ട്. അദ്ല ബദലി മേനെ ലേൻ ദേൻ, പരസ്പരം കൈമാറുന്നതിന് തീരുമാനിച്ചു. യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ, അപ്പൊ അതായത് മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ, എൻ്റെ ടിഫിൻ ബോക്സിലുള്ള രാജ്മ ചാവൽ, രാജ്മ എന്ന ആ പയർ കൊണ്ടുള്ള കറിയും അതോടൊപ്പം തന്നെ ചാവൽ ചോറും ഉസ്കെ ഞാൻ അവന് കൈമാറാനും, ഓർ ഉസ്കെ ഘർ സെ ആയ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബഡാസ ഛാജ് ക ഡിബ്ബ മേര, മോര് നിറച്ച ആ വലിയ ഡിബ്ബ പാത്രം മേര, എൻ്റേതായിട്ട് അല്ലെങ്കിൽ എനിക്കും തരുവാനായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു. അപ്പൊ നോക്കുക, യാനി മേരെ ടിഫിൻ കെ രാജ്മ ചാവൽ ഉസ്കെ, എൻ്റെ ടിഫിൻ ബോക്സിലുള്ള ആ രാജ്മ ചാവൽ മോർപാലിന് കൊടുക്കാനും,
और उसके घर से आया അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബഡാസ ഛാഛ് കാ ഡിബ്ബ മോര് നിറച്ച ആ വലിയ പാത്രം അല്ലെ ഒരു വലിയ പാത്രം നിറച്ചുള്ള മോര് മേര ഞാനും എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. കാരണം ഉസേ പദാഥ അവൻ അറിയാമായിരുന്നു ഛാഛ് മേരി കംസൂരി ഹെ ഈ മോര് എൻ്റെ ഒരു കംസൂരി ഹെ ഒരു വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ ദൗർബല്യമാണ് എന്ന്. മോര് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അത് മോർപാലിന് അറിയാമായിരുന്നു. ലേഖിൻ മുझे മോർപാൽ സെ മിൽനെ സെ പെഹലെ എന്നാൽ എനിക്ക് എൻ്റെ സുഹൃത്ത് മോർപാലിനെ കാണുന്നതിന് മുൻപ് കഥയി അന്ദാസ നഹീൻ ഥ കഥയി മേനെ ബിൽക്കുൽ ഒട്ടും തന്നെ ഒരല്പം പോലും അന്ദാസ നഹീൻ ഥ അന്ദാസ മേനെ അനുമാൻ ഗസ് ഊഹം എന്ന് പറയും. എനിക്ക് ഒരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്താണ് കി മേരേലിയെ രാജ്മ ജേസി എന്നെ പോലെയുള്ള കുട്ടികൾക്ക് നിത്യവും ലഭ്യമായിരുന്ന രാജ്മ പോലെയുള്ള സാമാന്യസി ചീസ് വളരെ സാധാരണമായിട്ടുള്ള ചീസ് ഒരു ഭക്ഷണ പദാർത്ഥം കിസി കേലിയെ മറ്റേതെങ്കിലും ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത്തിനി ഘാസ് ഹോ സക്തി ഹേ ഇത്രയും ഘാസ് മേനെ സ്പെഷ്യൽ അല്ലെങ്കിൽ വിശേഷമായ മറ്റൊരു കുട്ടിക്ക് ഞങ്ങൾക്ക് വളരെ സഹജമായി കിട്ടിക്കൊണ്ടിരുന്ന രാജ്മ പോലെയുള്ള ആ പയർ മറ്റൊരു കുട്ടിക്ക് വളരെ വിശേഷപ്പെട്ടൊരു ഫുഡാണ് എന്ന് അവന് ഏറെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എന്ന് എനിക്ക് ഈ മോർപാലിനെ കാണുന്നത് വരെ അറിയില്ലായിരുന്നു. കാരണം മോർപാല് എൻ്റെ പാത്രത്തിലെ ഈ രാജ്മ എന്ന് പറയുന്ന ആ പയർ കാണുമ്പോൾ കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. മോർപാലിനെ मेरे टिफिन बॉक्स में रखे രാജ്മ को खाने से पहले മോർപാൽ എൻ്റെ ടിഫിൻ ബോക്സിൽ വച്ചിരുന്ന രാജ്മ ഖാനെ സെ പെഹലെ കഴിക്കുന്നതിന് മുൻപ് കഭി ഒരിക്കലും രാജ്മ ദേഖാഫി നഹീൻ ഥ രാജ്മ എന്ന ആ പയർ കണ്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. वो हमारे स्कूल के 15 കിലോമീറ്റർ दूर के അവൻ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂർക്കെ 15 കിലോമീറ്റർ അകലെയുള്ള കിസി ഗാവ് സെ ഏതൊരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ചലാത്ത റോസ് സ്കൂൾ ആതാ ഥ സൈക്കിൾ ഓടിച്ച് എല്ലാ ദിവസവും സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നു. ഇപ്പൊ നോക്കുക, മോർപാൽ സ്കൂളിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ നിന്നാണ് സൈക്കിളിൽ എത്തിച്ചേർന്നിരുന്നത്. പഠിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരെ പോയിട്ടാണെങ്കിലും പഠിക്കാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നു. मैं आज तक नहीं जान पाया कि कैसे वो उस छाछ के डिब्बे को रोज 15 കിലോമീറ്റർ बिना जराफी छलकाए लिए आता था. അപ്പൊ നോക്കുക, എന്താണ് മിഹിർ പറയുന്നത്? मैं आज तक नहीं जान पाया എനിക്ക് ഇതുവരെയും മനസ്സിലാകാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കേസെ എപ്രകാരമാണ് वो उस छाछ के डिब्बे को അവൻ ആ മോര് നിറച്ച പാത്രത്തെ റോസ് 15 കിലോമീറ്റർ എല്ലാ ദിവസവും ഈ 15 കിലോമീറ്റർ ദൂരം സൈക്കിളിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ബിനാ സരാഫി ഛൽക്കായെ ഛൽക്കാനമേനെ തുളുമ്പുക ബിനാ സരാഫി ഛൽക്കായെ ഒരല്പം പോലും തുളുമ്പാതെ അതിൽ നിന്ന് തുളുമ്പി കളഞ്ഞു പോകാതെ ലിയെ ആത്തേത്തെ ഇങ്ങനെ കൊണ്ടുവന്നത് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇന്ന് പോലും മനസ്സിലായിട്ടില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ്, ഇത്രയും ദൂരെ നിന്ന് ഈ പാത്രം നിറച്ചുള്ള മോരും സൈക്കിളിൽ തൂക്കിക്കൊണ്ട് അവനിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അല്പം പോലും കളയാതെ എങ്ങനെ അവനത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളത്. അതിൻ്റെ ആ രഹസ്യം मैं आज तक नहीं जान पाया ഇന്നുവരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. देखिए बच्चों, यहाँ मिहिर जी ने अपने मित्र के बारे में सूचना दी है. അപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട ഈ പാഠഭാഗത്തിൽ മിഹിർ ജി തന്റെ സുഹൃത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉസ്കാ നാം ക്യാ ഹൈ? എന്താണ് മിഹിർ ജിയുടെ സുഹൃത്തിന്റെ പേര്? മോർപാൽ എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേര്. तो देखिए, मिहिर और मोरपाल क्लास में कहां पर बैठे थे? मिहिर जी
തന്റെ സുഹൃത്തായ മോർപാലിനൊപ്പം ക്ലാസ് മുറിയിൽ എവിടെയാണ് ഇരുന്നിരുന്നത്? ബെഞ്ചിലാണോ? അല്ല, ദരി പഠീപ്പർ, ഒരു കാർപ്പറ്റിലാണ്, തറയിൽ വിരിച്ച ഒരു പരവതാനിയുടെ പുറത്താണ് തന്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്ത് തന്റെ സുഹൃത്തായ മോർപാലിനൊപ്പം ഇരുന്ന് പഠിച്ചിരുന്നത്. तो यहाँ मिहिर जी अपना मित्र मोरपाल की बाँछें खिल जाने के बारे में सूचना दी है. ഇവിടെ മിഹിർ ജി തന്റെ സുഹൃത്തായ മോർപാല് വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ടതിനെ കുറിച്ച്, ബാദ്ഷേം ഖിൽജാനമേനെ അധിക പ്രസന്ന ഹോന, വളരെയധികം പ്രസന്നവാനായിട്ട് തന്റെ സുഹൃത്തിനെ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. കബ്, എപ്പോഴാണ് തന്റെ സുഹൃത്ത് മോർപാൽ ഇങ്ങനെ വളരെയധികം പ്രസന്നവാനായിട്ട് കാണപ്പെട്ടത്? ഹാ, മിഹിർ കെ ഖാനെ കെ ഡിബ്ബെ മേ രാജ്മ ദേഖർ, മിഹിറിന്റെ ചോറുപാത്രത്തിനുള്ളിൽ രാജ്മ എന്നു പേരുള്ള ആ പയർ കണ്ടപ്പോഴാണ് മോർപാലിന് വളരെയധികം സന്തോഷം തോന്നി, അല്ലെങ്കിൽ അവൻ കൊതിയോടുകൂടി അതിലേക്ക് നോക്കിയത്. तो देखिए മിഹിർ കോ ക്യാ പസന്ദ് ഥാ, മിഹിർ ജിക്ക് എന്താണ് കുട്ടിക്കാലത്ത് വളരെയധികം ഇഷ്ടമായിരുന്നത്? ഹാ, ഛാച്ച്, മോരാണ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നത്. തന്റെ സുഹൃത്തായ മോർപാലിന്റെ കൈവശമുണ്ടായിരുന്ന ആ മോര് നിറച്ച പാത്രമാണ് മിഹിർജിയെ കുട്ടിക്കാലത്ത് വളരെയധികം കൊതിപ്പിച്ചിരുന്നത്. യഹാ മിഹിർ ഓർ മോർപാൽ കി ബീച്ച് കാ സൗദാ ക്യാ ഥാ, ഇവിടെ മിഹിർജിയും തന്റെ സുഹൃത്ത് മോർപാലുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു. അവർ തമ്മിലൊരു ഡീൽ ഉറപ്പിച്ചിരുന്നു. എന്തായിരുന്നു ആ ഡീൽ? ഹാ, ഖേൽഖണ്ഡി മേ ഖാനെ കി അദ്ലാ ബദലി കാ, ഇന്റർവൽ ടൈമിൽ അല്ലെങ്കിൽ ലെഷർ ടൈമിൽ എന്ത് ചെയ്യാനായിട്ട് തങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം എന്നൊരു ഡീലാണ് അവർ ഉറപ്പിച്ചിരുന്നത്. കാരണം മിഹിറിന് ഏറെ ഇഷ്ടം എന്ന് പറയുന്നത് മോർപാലിന്റെ കൈവശമുള്ള മോരാണ്. മോർപാലിന് അതുപോലെ തന്നെ തന്റെ സുഹൃത്തായ മിഹിറിന്റെ കൈവശമുള്ള രാജ്മ എന്ന് പറയുന്ന പയറ് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആ ചോറുപാത്രങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാം, അത് ഇന്റർവെൽ ടൈമിൽ അങ്ങനെ കൈമാറ്റം ചെയ്യാമെന്നാണ് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിരുന്നത്. देखिए മോർപാൽ കാ ഘർ സ്കൂൾ സേ കിതനി ദൂരി പർ ഹെ, മോർപാലിന്റെ വീട് സ്കൂളിൽ നിന്ന് എത്ര അകലെയാണ്? ഹാ, മോർപാൽ കാ ഘർ സ്കൂൾ സേ 15 കിലോമീറ്റർ की दूरी पर है, സ്കൂളിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ്. तो മോർപാൽ കേസാ സ്കൂൾ ആതാ ഥാ, എന്നാൽ ഈ മോർപാൽ എങ്ങനെയാണ് ഈ 15 കിലോമീറ്റർ അകലെ നിന്ന് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്? ഹാ, സൈക്കിൾ ചലാത്താ ഹുവ, തന്റെ സൈക്കിൾ ഓടിച്ചാണ് അവൻ ഇത്രയും ദൂരം സ്കൂളിലേക്ക് എല്ലാ ദിവസവും എത്തിച്ചേർന്നിരുന്നത്. देखिए बच्चों, आज के क्लास में आयाम कलाम के बहाने नामक फिल्मी लेख के प्रारंभिक भाग पर हमने चर्चाएं की है. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അയാം കലാം കെ ബഹാനെ എന്നു പേരുള്ള ഈ സിനിമാ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗമാണ് നാം ചർച്ച ചെയ്തത്. इस फिल्मी लेख के शेष भाग से परिचित होने के लिए, ഈ സിനിമാ ലേഖനത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി പരിചയപ്പെടുന്നതിന് हम अगले क्लास में फिर मिलेंगे. അടുത്ത ക്ലാസ്സിന് നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.